ശശി തരൂരിന്റെ മനസ്സിലെന്ത്? അത് തന്നെയാണ് ചോദ്യം. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എം പി CPIM-മായി അടുക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇടതുപക്ഷവുമായി അടുപ്പമുള്ള ദുബായ് വ്യവസായി ശശി തരൂരുമായി നിർണായക ചർച്ച നടത്തുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പമുള്ള ഈ വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. അതിനിടെ തരൂർ അല്പം മുൻപ് ദുബായിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തരൂർ ആദ്യം നിലപാട് പറയട്ടെ എന്നും ഇടതുമുന്നണിയുടെ വാതിൽ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നുമാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചത്. ശശി തരൂർ ഒരു വ്യക്തിയോട് എന്ത് സമീപനം എന്നുള്ളതല്ല ഞങ്ങൾ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം. പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ പെടില്ല. ശശി തരൂർ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പടിയില്ല. റഹീസ് റഷീദും ദുബായിൽ നിന്ന് S രഞ്ജിത്തും AK അഭിലാഷും നോബിൾ മാരിക്കാരനുമാണ് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത്. ആദ്യം നമുക്ക് റഹീസിലേക്ക് പോയ റഹീസ്, നേരത്തെ മോദി സ്തുതി കൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയ ശശി തരൂർ CPM-മായി അടുക്കുന്നുവെന്ന സൂചനകൾ വരികയാണ്. എന്താണ് അതിന്റെ അടിസ്ഥാനം? കഴിഞ്ഞ ദിവസവും നമുക്കറിയാം രാഹുൽ ഗാന്ധിയുള്ള വേദിയിൽ അവഗണിച്ചു എന്നതിന്റെ പേരിൽ ശശി തരൂർ അസ്വസ്ഥനായിരുന്നു. തനിക്ക് അതൃപ്തിയുണ്ടെന്നത് തള്ളിക്കളഞ്ഞില്ല അദ്ദേഹം ഇന്നലത്തെ പ്രതികരണത്തിലും. അപ്പോൾ ഏത് രീതിയിലാണ് നീക്കങ്ങൾ? ഇടത് വിസ്മയമാകുമോ തരൂർ? വിനിത, ശശി തരൂർ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് തരൂരിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബോർഡിൽ ഡയറക്ടറായ UAE-ലും UK-ലും വ്യവസായിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ തുടർ ചർച്ചകൾ ഇന്ന് ദുബൈയിലും നടക്കും. ശശി തരൂർ ദുബൈയിലുണ്ട്. അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ പറ്റുന്ന കാര്യം. പലതവണ ഇതിനു മുമ്പും കോൺഗ്രസുമായി ശശി തരൂർ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് പ്രാഥമികമായ ചില ചർച്ചകൾ ഈ വ്യവസായിയുമായി നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വ്യവസായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെ ആ തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തുന്നത്. ശശി തരൂരുടെ ഓഫീസുമായും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകളുമായും സംസാരിച്ചിരുന്നു. പുറത്തു വരുന്ന വാർത്തകളൊന്നും നിഷേധിക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും നൽകുന്നത്. അതായത് കൂടുതൽ സ്ഥിരീകരണങ്ങൾ, അഭ്യൂഹങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ അടുത്ത ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് തരൂർ വഴങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. 27-ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കേരളത്തിൽ ചേരുമ്പോൾ അതിൽ തരൂർ പങ്കെടുക്കേണ്ടതാണ്. അതിലും തരൂർ പങ്കെടുക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വ്യവസായി മുന്നോട്ട് വച്ചിരിക്കുന്നത് 2 തരത്തിലുള്ള ഓഫറാണെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന്, ശശി തരൂരിന് CPIM-ന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാം. മറ്റൊന്ന്, LDF-ൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് LDF-ലെ ഘടകകക്ഷിയായി വന്ന് നിശ്ചിത സീറ്റ് അവർക്ക് കൊടുത്ത് തരൂരും ഒപ്പമുള്ളവരെയും മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്ന തന്ത്രമാണ്, എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ശശി തരൂർ വരുമ്പോൾ അത്രയധികം ആളുകൾ തരൂരിനൊപ്പം ഉണ്ടാകും എന്ന് കരുതാമോ? വിനിത, അതിനകത്ത് പ്രശ്നം ശശി തരൂരിനെ പോലുള്ള പ്രൊഫൈലുള്ള ഒരു നേതാവ് CPIM-ന്റെ ഭാഗമാവുകയാണെങ്കിൽ അദ്ദേഹത്തെ എവിടെ അക്കമഡേറ്റ് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. ഏറ്റവും കുറഞ്ഞത് CPIM-ന്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് അവരുടെ ഏറ്റവും വലിയ ബോഡി പോളിറ്റ് ബ്യൂറോയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി CWC അംഗമായിരിക്കുന്ന ഒരാളെ ഏറ്റവും കുറഞ്ഞത് ആ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്കൊക്കെ എടുക്കേണ്ടി വരും. ആ പാർട്ടിയുടെ ഒരു സംഘടനാ ഘടന അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കില്ല. ആ സാഹചര്യത്തിലാണ് തരൂരിനൊപ്പം എത്രയാൾ എന്നത് കരുതാതെ തരൂർ പുതിയൊരു പാർട്ടി രൂപീകരിക്കട്ടെ. തരൂർ പാർട്ടി രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റ്
മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പൊതുസമ്മതരായ മറ്റ് രാഷ്ട്രീയ സജീവ പൊളിറ്റിക്സിൽ ഇല്ലാത്ത ആളുകൾ കൂടി തരൂരിൻ്റെ ഒപ്പം വരും എന്ന ഒരു പ്രതീക്ഷ പങ്കുവച്ചിട്ടാണ് അത്തരം ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് തരൂരിനൊപ്പം വലിയൊരു ടീം നേതാക്കളോ പ്രവർത്തകരോ വരും എന്നതിനപ്പുറം തരൂരിന് പൊതുസമ്മതരായ കുറെ ആളുകളെ ചേർത്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ LDF-ൽ ഘടകകക്ഷിയാക്കുക, ഇത്ര സീറ്റുകൾ നൽകുക, മത്സരിപ്പിക്കുക, വിജയിപ്പിക്കുക എന്ന സ്ട്രാറ്റജിയിലേക്ക് പോയില്ലെങ്കിൽ CPIM-ന് ശശി തരൂരിനെ പോലുള്ള വലിയ നേതാവിനെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. എന്തായാലും ഈ ചർച്ച വിജയിച്ചാൽ അത് വലിയൊരു വിസ്മയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിനിത.